കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് സൊല്യൂഷൻ, ഏതൊക്കെ തരത്തിലുള്ള സൊല്യൂഷൻസ് ഉണ്ട് എന്നാണ് ചർച്ച ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് എക്സ്പ്രസിങ് ദ കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ. ഒരു സൊല്യൂഷൻ്റെ എന്ത് പറയാൻ വേണ്ടിയാണ് കോൺസെൻട്രേഷൻ പറയാൻ പോവാണ്. അപ്പോൾ പ്ലസ് വണ്ണിൽ നിങ്ങൾ പഠിച്ച കുറച്ച് കോൺസെൻട്രേഷൻ ടേംസ് ഉണ്ട്. നോർമലി നിങ്ങൾക്ക് അറിയാവുന്ന മൊളാരിറ്റി, മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ. ഇത് മൂന്നുമല്ലാതെ ഒരുപാട് കോൺസെൻട്രേഷൻ ടേമുകളുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആ കോൺസെൻട്രേഷൻ ടേമുകളെന്ന് ഫസ്റ്റ് ആദ്യം പരിചയപ്പെടുത്താം. ജസ്റ്റ് ഒന്ന് പറയാം. ഒന്നാമത്തത് മാസ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ മാസ് ബൈ മാസ് പെർസെൻറ്റേജ്. രണ്ടാമത്തത് വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ്. മൂന്നാമത്തത് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. നാലാമത്തത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് മൊളാരിറ്റി. അഞ്ചാമത്തത് മൊളാലിറ്റി. ആറാമത്തത് മോൾ ഫ്രാക്ഷൻ. ഏഴാമത്തത് പാർട്സ് പെർ മില്യൺ അല്ലെങ്കിൽ PPM, പാർട്സ് പെർ മില്യൺ. അപ്പോൾ ഇത്രയും ടേമുകളാണ് പ്രധാനമായിട്ടും കോൺസെൻട്രേഷൻ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടേമുകളാണ് നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്ന പോർഷൻ. നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതാണ് മൊളാരിറ്റി, മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ. ഇത് മൂന്നും വളരെ പ്രധാനപ്പെട്ടതാണ്. മൊളാരിറ്റി, മോൾ ഫ്രാക്ഷൻ. അപ്പോൾ നമുക്ക് ഇവരെ ഓരോരുത്തരെയും പരിചയപ്പെടാം. ആദ്യം നമുക്ക് മാസ് ബൈ മാസ് പെർസെൻറ്റേജിനെ പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ നേരത്തെ പറയണക്ക് കോൺസെൻട്രേഷൻ ടൈമിനെ എക്സ്പ്രസ് ചെയ്യാൻ ഒന്നാമത്തെ ടൈം നമുക്ക് നോക്കാം. മാസ് ബൈ മാസ് പെർസെൻറ്റേജ്. എന്താണ് മാസ് ബൈ മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്? നോക്കാം. എ സൊല്യൂഷൻ കണ്ടൈൻ. ഞാൻ നേരെ ഒരു ക്വസ്റ്റ്യനോട്ട് എ സൊല്യൂഷൻ കണ്ടൈൻ 5% ഓഫ് ഗ്ലൂക്കോസ്. ഒരു സൊല്യൂഷൻ എടുത്തിരിക്കുകയാണ്. ആ സൊല്യൂഷനിൽ എത്ര ശതമാനം ഗ്ലൂക്കോസ് ആണ്? 5% മാത്രം ഗ്ലൂക്കോസ് ആണ്. അപ്പോൾ 5% മാത്രമേ ഗ്ലൂക്കോസ് ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എത്രയേ ഉള്ളൂ? മൊത്തത്തിൽ 100 ഗ്രാം എടുത്താൽ, 100 ഗ്രാം സൊല്യൂഷൻ എടുത്താൽ അതിൽ എത്ര ഗ്രാം? അതിൽ 5 ഗ്രാം എന്തായിരിക്കും? ഈ പറയുന്നത് ഗ്ലൂക്കോസ് ആയിരിക്കും. 5 ഗ്രാം എന്തായിരിക്കും? ഗ്ലൂക്കോസ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ ഇങ്ങനെയാണ്: മാസ് ബൈ മാസ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു, പെർസെൻറ്റേജിലാണ് പറയേണ്ടത്, മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. അപ്പോൾ മാസ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. അതായത് ഇതിനെ ഇങ്ങനെയും പറയാം: മാസ് ബൈ മാസ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂട്ട് പ്ലസ് മാസ് ഓഫ് സോൾവെൻ്റ് എന്ന് പറയാം, ഇൻറ്റു 100. പെർസെൻറ്റേജ് പറയുന്നത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതായത് ഈ മാസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കതിനെ അക്ഷരത്തിൽ സൂചിപ്പിക്കാം. സൊല്യൂട്ടിനെ സൂചിപ്പിക്കാൻ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന അക്ഷരമാണ് മാസ് ഓഫ് സൊല്യൂട്ടിനെ WB. സോൾവെൻറ്റിനെ സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന അക്ഷരമാണ് ഏത്? WA. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? മാസ് ബൈ മാസ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതാം: WB ഡിവൈഡഡ് ബൈ WB പ്ലസ് WA ഇൻറ്റു 100. ഓക്കെ. നമുക്കറിയാവുന്ന കാര്യമാണ്, എപ്പോഴും ഒരു സൊല്യൂട്ട് സോൾവൻറ്റും കമ്പൈൻ ചെയ്ത് മാത്രമേ സൊല്യൂഷൻ കിട്ടൂ. ഓക്കെ. ഇതാണ് ഇവിടെ നമ്മൾ പഠിച്ചത്. അപ്പോൾ മാസ് ബൈ മാസ് പെർസെൻറ്റേജ്. അടുത്ത രണ്ടാമത്തത് വോളിയം ബൈ
വോളിയം പെർസെൻറ്റേജ്. വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ്. വോളിയം ബൈ വോളിയം പെർസെൻറ്റേജിന് എക്സാമ്പിൾ പറയാം. എ സൊല്യൂഷൻ ഓഫ് NaOH, അക്വസ് NaOH ആണ്, സൊല്യൂഷനാണ്. ആ സൊല്യൂഷനകത്ത് NaOH പ്രസൻറ്റ് ഈസ് 10%. ഒരു സൊല്യൂഷനകത്ത് NaOH ഉണ്ട്, അതിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്? 10% എന്ന് പറഞ്ഞാൽ വോളിയം ഇൻ വോളിയം പെർസെൻറ്റേജിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. വോളിയം ഇൻ വോളിയം പെർസെൻറ്റേജിൽ പറഞ്ഞാൽ 10 ml NaOH എത്ര ml? 100 ml സൊല്യൂഷനിൽ അടങ്ങിയിട്ടുണ്ട്. അതായത് 100 ml സൊല്യൂഷൻ എടുക്കുമ്പോൾ, ശതമാനത്തിൽ പറഞ്ഞുകൊണ്ടാണ് 100 ml സൊല്യൂഷൻ എടുക്കുമ്പോൾ അതിൽ എത്ര ml? 10 ml എന്താണ്? NaOH. ഇത് കണ്ടുപിടിക്കാൻ ഇക്വേഷനും വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ ഇക്വേഷനും ഇത് തന്നെയാണ്. വോളിയം ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. അപ്പം എന്താണ് വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ് വെച്ചാൽ വോളിയം ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. ഇതാണ് വോളിയം ബൈ വോളിയം പെർസെൻറ്റേജിൻ്റെ ഇക്വേഷൻ. അടുത്ത പറയാൻ പോകുന്നത്, മൂന്നാമത്തതാണ് പറയാൻ പോകുന്നത്, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. ഉദാഹരണത്തിന് 5% സൊല്യൂഷൻ കണ്ടൈൻ 5% ഓഫ് ഗ്ലൂക്കോസ്. ഒരു സൊല്യൂഷനിൽ 5% എന്താണ്? ഗ്ലൂക്കോസ് ആണ്. ഇതെങ്ങനെയാണ് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് വെച്ച് പറയുന്നതെന്ന് വെച്ചാൽ, അതായത് 5 ഗ്രാം ഗ്ലൂക്കോസ് എത്ര ml? 100 ml സൊല്യൂഷനിൽ അടങ്ങിയിട്ടുണ്ട്. 100 ml സൊല്യൂഷനിൽ എത്ര ഗ്രാം ഗ്ലൂക്കോസ് അടങ്ങിയിട്ടുണ്ട്? 100. എത്രയാണ് ഗ്ലൂക്കോസ് അടങ്ങിയിട്ടുണ്ട്? 5 ഗ്രാം ഗ്ലൂക്കോസ് അടങ്ങിയിട്ടുണ്ട്. അതായത് ഇനി ഇക്വേഷൻ ഇങ്ങനെ എഴുതാം നമുക്ക്, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. അപ്പം നമ്മളിപ്പോൾ കണ്ടത് 3 എണ്ണമാണ് പ്രധാനമായിട്ടും. ഏതൊക്കെയാണ്? ഒന്നാമത്തത് മാസ് ബൈ മാസ് പെർസെൻറ്റേജ് ആയിരുന്നു. രണ്ടാമത്തത് വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ് ആണ്. മൂന്നാമത്തത് എന്താണ്? മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. വളരെ എളുപ്പമാണ്. മാസ് ബൈ മാസ് പെർസെൻറ്റേജ് ആയിരുന്നുവെങ്കിൽ എന്തായാലും മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. ഇനി വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ് ആണെങ്കിലോ വോളിയം ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100%. അടുത്ത് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് എന്താണ്? മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. അപ്പം ഇതാണ് 3 ഇക്വേഷൻസ്. അപ്പോൾ നമ്മൾ 3 എണ്ണം പഠിച്ചു. ഇനി അടുത്തതിലോട്ട് പോകുന്നു. അടുത്ത കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന 4ാമത്തെ ടൈമാണ് മോൾ ഫ്രാക്ഷൻ. മോളുകളുടെ ഫ്രാക്ഷൻ. മോൾസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം, നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ ഒരു സൊല്യൂഷൻ എടുത്തിരിക്കുകയാണ്. അതിനകത്ത് 2 കോമ്പോണൻ്റ് ഉണ്ട്, എ എന്ന് പറയുന്ന കോമ്പോണൻറ്റും ബി എന്ന് പറയുന്ന കോമ്പോണൻറ്റും. അപ്പോൾ എപ്പോഴും നമ്മളൊരു സൊല്യൂഷൻ എടുക്കാൻ നേരത്ത് എത്ര കോമ്പോണൻ്റ് ആവാം, എത്ര കോമ്പോണൻറ്റ് വേണമെങ്കിലും ആവാം, എത്ര സൊല്യൂട്ട് വേണമെങ്കിലും ആവാം, പക്ഷേ ഒരേ ഒരു സോൾവൻറ്റ് മാത്രമേ പറ്റൂ. അപ്പം ഒറ്റൊരു സോൾവൻറ്റിനകത്ത് മാത്രം എത്ര വേണോ സൊല്യൂട്ടുകൾ, നമുക്ക് ഏതൊക്കെ സൊല്യൂട്ട് വേണോ നമ്മൾ ആഡ് ചെയ്യാം. അപ്പോൾ ആ ഒരു രീതിക്കാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഒരു സൊല്യൂഷൻ എടുത്തിരിക്കുന്നു, ആ സൊല്യൂഷനകത്ത് എന്ത് ആഡ് ചെയ്തിരിക്കുന്നു? ഒരു സൊല്യൂട്ട് ആഡ് ചെയ്തിരിക്കുന്നു. എ എന്നോ ബി എന്നോ പറയുന്ന എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതിൻ്റെ നമ്പർ ഓഫ് മോൾസ് പറയുകയാണ്. നമ്പർ ഓഫ് മോൾസിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അക്ഷരമാണ് എൻ. ഓക്കെ, അപ്പോൾ ഇവിടെ വിചാരിക്കുക എ എന്ന് പറയുന്ന വസ്തുവിൻ്റെ നമ്പർ ഓഫ് മോൾസ് 2 എന്ന് വിചാരിക്കുക. ബി എന്ന് പറയുന്ന വസ്തുവിൻ്റെ നമ്പർ ഓഫ് മോൾസ് 5 എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ മോൾ ഫ്രാക്ഷൻ എങ്ങനെ പറയും? എങ്ങനെയാണ് മോൾ ഫ്രാക്ഷൻ പറയുന്നത്? അതായത് എയുടെ മോൾ ഫ്രാക്ഷൻ എങ്ങനെ പറയാൻ പറ്റും? ഫ്രാക്ഷൻ ഇങ്ങനെയാണ് പറയുക, 2 ബൈ ടോട്ടൽ നമ്പർ ഓഫ് കോമ്പണൻ്റ് ഓഫ് എ പ്ലസ് ബി. ടോട്ടൽ നമ്പർ ഓഫ് കോമ്പണൻ്റ് ഓഫ് എ പ്ലസ് ബി എത്ര? 7. അതേപോലെ ബിയുടെ മോൾ ഫ്രാക്ഷൻ എങ്ങനെ പറയും?
ബിയുടെ മോൾ ഫ്രാക്ഷൻ പറയുമ്പോൾ 5 ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾ ഫ്രാക്ഷൻ 7. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എപ്പോഴും എന്തായിരിക്കും, ഒരു സൊല്യൂഷനിൽ രണ്ട് കോമ്പോണൻ്റ് ഉണ്ടെങ്കിൽ എത്ര കോമ്പോണൻ്റ് ഉണ്ടാവട്ടെ അതിൻ്റെ ടോട്ടൽ മോൾ ഫ്രാക്ഷൻ എപ്പോഴും എത്രയായിരിക്കും, 1 ആയിരിക്കും. നോക്കിയേ, നിങ്ങൾ ആഡ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. 2 + 5 7 ബൈ 7 എന്ന് പറയും, എന്ന് വെച്ചാൽ 1 തന്നെ. ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് +1ൽ. എപ്പോഴും ഒരു സൊല്യൂഷൻ്റെ ടോട്ടൽ മോൾ ഫ്രാക്ഷൻ എന്തായിരിക്കും, യൂണിറ്റി ആയിരിക്കും, 1 ആയിരിക്കും. നമുക്ക് അതിലോട്ട് വരാം. അപ്പം നമ്മളിതിലെ കോമ്പോണൻ്റ് ഓരോന്നിനും നോക്കുകയാണ്. നമ്പർ ഓഫ് മോൾ ഫ്രാക്ഷൻ ഓഫ് കോമ്പോണൻറ്റ് എ എന്ന് പറയുന്ന വസ്തുവിൻ്റെ മോൾ ഫ്രാക്ഷൻ പറയുകയാണ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് വെച്ചേ പറയാൻ പറ്റും. അപ്പോൾ എങ്ങനെ നമ്മൾ എഴുതിയത്, അതിനൊരു ഇതുണ്ട്, നമ്പർ ഓഫ് മോൾസ് ഓഫ് എ കോമ്പോണൻറ്റ് എ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി, അതായത് ടോട്ടൽ നമ്പർ ഓഫ് ദ കോമ്പോണൻറ്റ്. അല്ലെങ്കിൽ അതിനെങ്ങനെ സൂചിപ്പിക്കാം, NA ഡിവൈഡഡ് ബൈ NA പ്ലസ് NB. ഓക്കെ, ഇത് രണ്ട് കോമ്പോണൻറ്റ്. ബി ആണ് പറയുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും, ഷോർട്ട് ഫോമിൽ എഴുതാം. മോൾ ഫ്രാക്ഷൻ ഓഫ് ബി ആണ് പറയുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും, ഇത്രയേ ഉള്ളൂ, NB ഡിവൈഡഡ് ബൈ NA പ്ലസ് NB. ഓക്കെ, ഇനി എപ്പോഴും ഒരു കോമ്പൗണ്ടുകളെ അല്ലെങ്കിൽ ടോട്ടൽ മോൾ ഫ്രാക്ഷൻ കോമ്പോണൻറ്റുകളുടെ ടോട്ടൽ മോൾ ഫ്രാക്ഷൻ എന്തെന്ന് പറയുന്നു, 1 എന്ന് ഞാൻ പറഞ്ഞു. ഈ മോൾ ഫ്രാക്ഷനെ കാണിപ്പിക്കാൻ വേണ്ടിയുള്ള അക്ഷരമാണ് കൈ അല്ലെങ്കിൽ സീറ്റ, അതായത് ഇതാണ് കൈ അല്ലെങ്കിൽ സീറ്റ എന്ന് പറയും. അപ്പം കൈ എ പ്ലസ് മോൾ ഫ്രാക്ഷൻ ഓഫ് എ പ്ലസ് മോൾ ഫ്രാക്ഷൻ ഓഫ് ബി ഈസ് ആൾവേസ് എന്ത്, 1. ടോട്ടൽ മോൾ ഫ്രാക്ഷൻ ഓഫ് എ സൊല്യൂഷൻ വിൽ ബി ആൾവേസ് 1. ഓക്കെ, ഇനി ഒരു സൊല്യൂഷൻ സി എന്ന് പറയുന്ന ഒരു വസ്തുവും കൂടി ഒരു കോമ്പോണൻ്റ് ഇതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് വന്നേനെ, ഇതിൻ്റെ മോൾ ഫ്രാക്ഷൻ മാറിയേനെ. എങ്കിൽ എങ്ങനെ വന്നേനെ, മോൾ ഫ്രാക്ഷൻ ഓഫ് സിയും കൂടെ വന്നിരുന്നെങ്കിൽ എങ്ങനെ വന്നേനെ, NC ഡിവൈഡഡ് ബൈ NA പ്ലസ് NB പ്ലസ് NC, ടോട്ടൽ നമ്പർ ഓഫ് ദ കോമ്പോണൻറ്റ് മോൾസ് ഓഫ് ദ കോമ്പോണൻറ്റ്, ടോട്ടൽ മോൾസ് ഓഫ് ദ കോമ്പോണൻറ്റ് വന്നേനെ. അപ്പോൾ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുന്നതിനാ പറഞ്ഞു, മോൾ ഫ്രാക്ഷൻ ഓഫ് എ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ദ കോമ്പോണൻറ്റ്സ്. ഇതാണ് മോൾ ഫ്രാക്ഷൻ. ഇതാണ് മെയിൻ പോയിന്റ്. കൈ എ പ്ലസ് കൈ ബി ഇസ് ഈക്വൽ ടു ആൾവേസ് 1, അല്ലെങ്കിൽ സീറ്റ എന്ന് പറയാം. സീറ്റ എ പ്ലസ് സീറ്റ ബി ഇസ് ഈക്വൽ ടു 1. അപ്പോൾ മോൾ ഫ്രാക്ഷൻ കാണിക്കുന്ന അക്ഷരമാണിത് സീറ്റ അല്ലെങ്കിൽ കൈ എന്ന് വായിക്കുന്നത്. ഇത്രയാണ് മോൾ ഫ്രാക്ഷനെ കുറിച്ച് പറയാൻ. അപ്പോൾ അടുത്തത് മൊളാരിറ്റി എന്നാണ്. മൊളാരിറ്റി. ഈ മൊളാരിറ്റി നമ്മൾ സൂചിപ്പിക്കുന്ന അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ M എന്നാണ്. ക്യാപിറ്റൽ ലെറ്റർ എമ്മിലാണ് സൂചിപ്പിക്കുന്നത്. എന്താണ് മൊളാരിറ്റി? ഇങ്ങനെയാണ് മൊളാരിറ്റിയെ കുറിച്ച് പറയുന്നത്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് present in 1 liter ഓഫ് സൊല്യൂഷൻ. 1 ലിറ്റർ സൊല്യൂഷൻ എടുക്കുമ്പോൾ അതിനകത്തുള്ള നമ്പർ ഓഫ് മോൾസിൻ്റെ അളവ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിൻ്റെ അളവിനെ പറയുന്ന പേരാണ് എന്ത്, മൊളാരിറ്റി. ഉദാഹരണത്തിന് 2 മോൾ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എത്ര മോളാർ സൊല്യൂഷൻ ആയിരിക്കും? അതായത് ഇൻ 1 ലിറ്റർ എന്ന് പറയുകയാണ്. ഇൻ 1 ലിറ്റർ, ഒരു ലിറ്ററിനകത്ത് 2 മോൾ ഉണ്ട്, ഗ്ലൂക്കോസ് സൊല്യൂഷൻ 2 മോൾ ഉണ്ടെന്ന് പറഞ്ഞാൽ എത്ര മോളാർ ആയിരിക്കും? 2 മോളാർ സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, ഇത് M എന്നും കാണിക്കാം, മോളാർ എന്ന് എഴുതാം. മൊളാരിറ്റി പറയാൻ വേണ്ടി മോളാർ എന്ന് ഉപയോഗിക്കാം. 2 മോളാർ, MOLAR, മോളാർ എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ മൊളാരിറ്റി ആണ് പറഞ്ഞത്. എന്താണ് മൊളാരിറ്റി? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. 1 ലിറ്റർ സൊല്യൂഷനകത്ത് എത്ര മോൾസിൻ്റെ പ്രസൻസ് ഉണ്ട്, എത്ര മോൾസ് പ്രസൻസ് ഉണ്ട്, നമ്മുടെ സൊല്യൂട്ടിൻ്റെ മോൾ എത്ര എണ്ണം ഉണ്ട് എന്ന് പറയുന്ന പേരാണ് എന്ത്, മൊളാരിറ്റി. മൊളാരിറ്റിക്ക് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ഉണ്ട്. മൊളാരിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് solute, important, number of moles of solute divided by volume of solution in liter. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് വേണമെങ്കിൽ വേറെ ഇക്വേഷൻസ് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം പറയുന്നത് എങ്ങനെയാണ്, നമ്പർ ഓഫ് മോൾസിനെ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്നാണ്.
നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയുമ്പോൾ സൊല്യൂട്ടിന് നമ്മൾ സൂചിപ്പിച്ച അക്ഷരം ഏതാണ്? ബി ആണ്. അപ്പോൾ ഇവിടെ ഈ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് എൻ എന്ന് കാണിക്കും. എൻ ബി ഡിവൈഡഡ് ബൈ വി ഇൻ ലിറ്റർ. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കൽ ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കൽ ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു given mass divided by molar mass. given mass divided by molar mass. Okay, given massനെ നമുക്ക് given mass divided by molar mass. given massനെ നമ്മൾ W എന്ന് കാണിക്കുന്നു. given mass of എന്താണ്? ഇവിടെ എന്താണ് എടുത്തിരിക്കുന്നത്? സൊല്യൂട്ട് അല്ലേ? അപ്പോൾ WB divided by molar mass of സൊല്യൂട്ട് ആണ്. സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് ആണ്. അപ്പോൾ MB. given mass divided by molar mass എന്നാണ് സൊല്യൂട്ട് കണ്ടുപിടിക്കൽ മോൾ കണ്ടുപിടിക്കൽ ഇക്വേഷൻ. സൊല്യൂട്ട് ആയതുകൊണ്ട് WB എന്ന് വന്നു. സൊല്യൂട്ട് ആയതുകൊണ്ടാണ് അതിൻ്റെ മോളാർ എന്ത് വന്നത്? മോളിക്കുലാർ മാസ് മോളാർ മാസ് എന്ത് വന്നത്? MB എന്ന് വന്നത്. അപ്പം ആ NBക്ക് പകരം നമുക്ക് ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് NB ഈസ് ഈക്വൽ ടു WB ഡിവൈഡഡ് ബൈ MB. ഈ NBക്ക് പകരം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും? WB ബൈ MB ഇൻറ്റു V ഇൻ ലിറ്റേഴ്സ്. ഇനി ഇത് മില്ലി ലിറ്ററിൽ പറഞ്ഞാലോ? മില്ലി ലിറ്റർ പറയുമ്പോൾ ഇതിനെ 1000 എന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. ഇക്വേഷൻ ഇങ്ങനെ വരും WB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ MB ഇൻറ്റു V ഇൻ മില്ലി ലിറ്റർ. ഇതാണ് എന്ത് കണ്ടുപിടിക്കാനുള്ള? മൊളാരിറ്റി. ക്യാപിറ്റൽ ലെറ്റർ M കണ്ടുപിടിക്കാനുള്ള മൊളാരിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, മൊളാരിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഇതാണ്. ഓക്കെ, അപ്പോൾ M എന്താണ്? മൊളാരിറ്റി. WB എന്താണ്? വെയിറ്റ് ഓഫ് സൊല്യൂട്ട്, മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ M എന്താണ്? മോളാർ മാസ് ആണ്. മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് MB എന്നാണ് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു വോളിയം ഇൻ മില്ലി ലിറ്റർ. ഈ മൊളാരിറ്റിയുമായി റിലേറ്റ് ചെയ്ത് കണക്ക് ചെയ്ത് നോക്കാം. 40 gram of NaOH present in 250 ml of solution. അപ്പോൾ 250 ml സൊല്യൂഷനിൽ അടങ്ങിയിട്ടുള്ള 40 gram NaOH ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മൊളാരിറ്റി എത്ര? കോൺസെൻട്രേഷൻ എത്ര? അപ്പോൾ മൊളാരിറ്റി ഇവിടെ ആരാണ് ഇവിടുത്തെ സൊല്യൂട്ട് എന്ന് ആദ്യം അറിയുക. ഇവിടെ സൊല്യൂട്ട് ആരാണ്? നമ്മളെ NaOH ആണ്. അത് എത്ര ഗ്രാം ഉണ്ട്? 40 ഗ്രാം. എത്ര ml ഡിസോൾവ് ചെയ്തിട്ടുണ്ട്? 250 ml. അപ്പോൾ നമുക്ക് നോക്കാം മൊളാരിറ്റി കണ്ടുപിടിക്കൽ ഇക്വേഷൻ എന്താണ് മൊളാരിറ്റി കണ്ടുപിടിക്കുക ഇക്വേഷൻ? M is equal to മില്ലി ലിറ്റർ തന്നിരിക്കുന്ന മറ്റേ ഇക്വേഷൻ ഉപയോഗിക്കാം. ഇക്വേഷൻ ഉപയോഗിക്കുന്ന എങ്ങനെ വരും? M is equal to WB into 1000 divided by MB into V in milliliter. WB വെയിറ്റ് തന്നിട്ടുണ്ട് എത്രയാണ്? 40 ഗ്രാം. WB തന്നിട്ടുണ്ട്. WB ഇവിടെ എത്രയാണ്? ഗിവൺ മാസ് എത്രയാണ്? 40 ഗ്രാമാണ് തന്നിരിക്കുന്ന ഭാരം. അടുത്ത് MB നമുക്ക് അറിഞ്ഞുകൂടാ, അതിൻ്റെ മോളാർ മാസ് കണ്ടുപിടിക്കണം. അപ്പോൾ NaOHൻ്റെ മോളാർ മാസ് MB എങ്ങനെ കണ്ടുപിടിക്കും? NaOH അല്ലേ? NaOHൻ്റെ NB കണ്ടുപിടിക്കണം. എന്ന് പറഞ്ഞാൽ എത്ര NA ഉണ്ട്? ഒരു NA ഉള്ളൂ. അപ്പോൾ ഒരു NAയുടെ ഭാരം അറിയണം. 1 × 23 പ്ലസ് എത്ര ഓക്സിജൻ? ഒരു ഓക്സിജൻ 1 × 16 പ്ലസ് എത്ര ഹൈഡ്രജൻ ഉണ്ട്? ഒരു ഹൈഡ്രജൻ 1 × 1 സമം എത്ര? 23 പ്ലസ് 16 പ്ലസ് 1 സമം എത്ര? 40 ഗ്രാം എന്ന് കിട്ടും. അപ്പോൾ മോളാർ മാസ് എത്ര? 40. അപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. വോളിയം നമുക്കറിയാം. വോളിയം എത്രയാണ്? മില്ലി ലിറ്ററിൽ എത്രയാണ് ഇരിക്കുന്നത്? 250 ml എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? 40 × 1000 ഡിവൈഡഡ് ബൈ MB എത്രയാണ്? 40 × 250 ml. ഓക്കെ, 250 ml. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് കളയാം. 40 ക്യാൻസലായി. അതായത് 4/25 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. എങ്ങനെയാണ്? 4/1 എന്ന് പറയും. അതായത് എത്ര മോളാറാണ് ഈ സൊല്യൂഷൻ? എത്ര മോളാർ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ മോൾ പെർ ലിറ്റർ എന്നാണേ. മോൾ പെർ ലിറ്റർ, 4 മോൾ പെർ ലിറ്റർ. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് മൊളാലിറ്റിയാണ്. മൊളാലിറ്റിയെ നമ്മൾ സ്മോൾ ലെറ്റർ M കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. എന്താണ് മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ? അതായത് ഇത്രയേ പറയുന്നുള്ളൂ. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് തന്നെ പ്രസൻറ്റ് ഇൻ
1 കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ്, നേരത്തെ എന്താ പറഞ്ഞത്, സൊല്യൂഷൻ പറഞ്ഞു, ഇവിടെ എന്താണ് 1 കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ്, 1 കിലോഗ്രാം സോൾവെൻറ്റിൽ പ്രസൻ്റ് ആയിട്ടുള്ള നമ്പർ ഓഫ് മോൾസിൻ്റെ അളവ്, സൊല്യൂട്ടിൻ്റെ അളവ്. അപ്പോൾ നോക്കിയോ, അപ്പോൾ എന്താ പറയുന്നത്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 1 kg ഓഫ് എന്ത് സോൾവെൻറ്റ്. അപ്പോൾ അത് നമുക്ക് അതിലോട്ട് വരാം. അക്ഷരം ഞാൻ പറഞ്ഞു മൊളാലിറ്റിയാണ്. മൊളാലിറ്റി ആണെങ്കിൽ എന്തിനാ പറയുന്നത്, കിലോഗ്രാമിൽ പറയും. മൊളാരിറ്റി ആയപ്പോൾ എന്ത് പറഞ്ഞു, ലിറ്ററിൽ പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വേഷൻ നോക്കാം, എങ്ങനെയാണ് ഇക്വേഷൻ പറയുന്നത് നോക്കാം. അപ്പോൾ മൊളാലിറ്റി എം ഇസ് ഈക്വൽ ടു നേരത്തെ പറഞ്ഞ കണക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ, നേരത്തെ നമ്മൾ പറഞ്ഞു വോളിയം എന്ന് പറഞ്ഞു, ഇവിടെ എന്ത് പറയും, മൊളാലിറ്റി ആയതുകൊണ്ട് മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം, മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം എന്ന് വരും. അപ്പോൾ മാസ് ഓഫ് സോൾവെൻറ്റ് എന്ന് പറയുമ്പോൾ ഇനി നമുക്ക് വേറെ ഇക്വേഷൻ തന്നെ ഡിറൈവ് ചെയ്തെടുക്കാം, വേറെ ഇക്വേഷൻ ഡിറൈവ് എടുക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞ കണക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് നമ്മൾ കാണിക്കാം, MnB എന്ന് കാണിക്കാം, സൊല്യൂട്ട് അല്ലേ. ഇനി ഇവിടെ എന്താണ് മാസ് ഓഫ് സോൾവെൻ്റ് എന്നാണ് പറഞ്ഞത്, സോൾവെൻറ്റിനെ. അപ്പം സോൾവെൻറ്റിൻ്റെ മാസ് പറയണമെങ്കിൽ മാസ് പറയാൻ നമുക്ക് W ഉപയോഗിക്കാം, സോൾവെൻറ്റിൻ്റെ മാസ് ആണെങ്കിൽ ഇത് ഉപയോഗിക്കാം WA. ഓക്കെ, ഇനി നമുക്ക് അതിന് ഇതിൽ നിന്ന് ഇക്വേഷൻ പിന്നും ഡെറിവ് എടുക്കാം. നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ NB എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, NB = WB/MB എന്ന് പറഞ്ഞു അല്ലേ. അപ്പം MB എന്ന് പറഞ്ഞാൽ WB/MB. അപ്പോൾ WB ഇവിടെ കൊടുക്കുക, ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും, WB/MB × WA in കിലോഗ്രാം. ഓക്കെ, ഇനി ഗ്രാമിലായി കൊടുക്കുമ്പോൾ എങ്ങനെ വരും, WB/MB × WA മണ്ടയിൽ × 1000, ഇതെന്ത് ഇൻ ഗ്രാമിൽ. അപ്പോൾ എന്താ പറഞ്ഞിങ്ങനെ, WB എന്താ സൂചിപ്പിക്കുന്നത്, വെയ്റ്റ് ഓഫ് സൊല്യൂട്ട് × 1000 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ ഗ്രാം. ഇതാണ് മൊളാലിറ്റി കണ്ടുപിടിക്കൽ ഇക്വേഷൻ. മൊളാലിറ്റി സ്മോൾ ലെറ്റർ M കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇനി യൂണിറ്റ് നമുക്ക് എന്ത് പറയാം, M എന്ന് ഉപയോഗിക്കാം, മൊളാൽ എന്നും പറയും, മൊളാൽ എന്നും പറയും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് മൊളാലിറ്റിയിൽ ഒരു കണക്ക് ചെയ്യാം. 10 gram of ethanol dissolved in 50 gram of water. 50 gram വെള്ളത്തിനകത്ത് 10 gram എത്തനോൾ ഡിസോൾവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ മൊളാലിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക. അപ്പോൾ മൊളാലിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമുക്കറിയാം, മൊളാലിറ്റി M = നമുക്ക് പറഞ്ഞ തന്നെ ഇക്വേഷൻ എടുത്ത് എഴുതാം. എന്താണ്, WB × 1000 ഡിവൈഡഡ് ബൈ MB × WA in gram. അപ്പോൾ എന്തൊക്കെ തന്നിരിക്കുന്നു എടുത്ത് എഴുതാം. നമുക്ക് WB വെയ്റ്റ് ഓഫ് സൊല്യൂട്ട് തന്നിട്ടുണ്ട്. ഇവിടെ സൊല്യൂട്ട് ആരാണ്, ഇവിടെ സോൾവെൻറ്റ് വാട്ടറും ഉണ്ട് എത്തനോളും ഉണ്ട്, രണ്ട് മറ്റു സൊല്യൂഷനാണ്. ഇത് വാട്ടർ എന്ന് പറഞ്ഞാൽ വാട്ടറിനകത്ത് 50 gram ആണ് എടുത്തിരിക്കുന്നത്, ഇത് എത്തനോൾ എത്രയാണ് 10 gram. അപ്പോൾ ഇവിടെ സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ എത്തനോളും സോൾവെൻ്റ് ആരാണ്, വാട്ടറുമാണ്. ഓക്കെ, അപ്പോൾ അത് വെച്ച് നമുക്ക് എഴുതാം. WB എന്ന് പറയുന്നത് എത്രയാണ്, ഇവിടുത്തെ WB എന്ന് പറഞ്ഞാൽ ഇവിടെ സൊല്യൂട്ട് എത്രയാണ് 10 gram, അതിൻ്റെ ഭാരം എത്രയാണ് 10 gram. അതിൻ്റെ MB കണ്ടുപിടിക്കണം. അപ്പോൾ MB കണ്ടുപിടിക്കുന്ന മുമ്പ് അത് MB നമുക്ക് നോക്കാം. MB അറിയണം, MB എത്രയാണ്, അതിൻ്റെ എത്തനോളിൻ്റെ ഫോമുല അറിയണം. ഇത് എത്തനോളിൻ്റെ ഫോമുല CH3CH2OH, അതായത് C2H5OH. നോക്കാം, എത്ര കാർബൺ, 2 കാർബൺ, 2 × ഒരു കാർബണിൻ്റെ ഭാരം 12 പ്ലസ് എത്ര ഓക്സിജൻ, എത്ര ഹൈഡ്രജൻ, 5 ഹൈഡ്രജൻ ഉണ്ട്, 5 × 1 പ്ലസ് ഒരു ഓക്സിജൻ 1 × 16 പ്ലസ് 1 × 1 സമം എത്ര, 2 × 12 24 പ്ലസ് 5 പ്ലസ് 16 പ്ലസ് 1. അപ്പം 24 5 കൂടെ 29, 29 ഒന്നുകൂടെ കൂട്ടുമ്പോൾ 30, 30 16 കൂട്ടുമ്പോൾ 46 gram, അതായത് 46 ഗ്രാമാണ്. MB എത്ര, 46. ഇനി WA എടുക്കണം. WA തന്നിട്ടുണ്ട്, വെയിറ്റ് ഓഫ് വാട്ടറിൻ്റെ വെയിറ്റ് എത്രയാണ്, സോൾവെൻറ്റിൻ്റെ വെയിറ്റ് എത്രയാണ്, 50 gram. ഓക്കെ, ഇപ്പം സോൾവെൻ്റ് അല്ല സൊല്യൂഷനാണ്
എങ്കിൽ നമുക്ക് എന്ത് ചെയ്തേനെ, അത് വേറെ രീതിക്ക് ചെയ്തേനെ, ഇത് രണ്ടും കൂട്ടി ചെയ്തേനെ. ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി, സോൾവെൻ്റ് ആണ്. അപ്പം മൊളാലിറ്റി പറയുമ്പോൾ സോൾവെൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് 50 ഗ്രാം അപ്ലൈ ചെയ്യുക. അപ്പോൾ എങ്ങനെ വരും, M = WB എത്രയാ, WB 10 എന്ന് എഴുതിയിട്ടുണ്ട്, ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ MB എത്രയാ 46 ഇൻറ്റു 50 ക്യാൻസൽ ചെയ്ത് കളയുന്നെല്ലാം ക്യാൻസൽ ചെയ്ത് കളയാം. ഇതും ക്യാൻസലായി, 10 5 ക്യാൻസലായി, 2 200/46. അപ്പം അതിനെ പിന്നെ ക്യാൻസൽ ചെയ്യാം. 23 2 പ്രാവശ്യം പോവും, 100. 100/23 സമയം എത്ര കിട്ടും, 4.34 മോളാർ. M സ്മോൾ ലെറ്റർ M ആണ് അതിൻ്റെ യൂണിറ്റ്. ഇതാണ് മൊളാലിറ്റി കണ്ടുപിടിക്കാനുള്ള രീതി. അപ്പോൾ അടുത്ത ഒരു കോൺസെൻട്രേഷൻ ടൈം കൂടെ പറയാം, അവസാനത്തെ ഒരു കോൺസെൻട്രേഷൻ ടൈം, ദാറ്റ് ഈസ് പാർട്സ് പെർ മില്യൺ. മില്യൺ മീൻസ് എന്താണ്, മില്യൺ എന്ന് പറഞ്ഞാൽ 10 lakh എന്നാണ്. അപ്പോൾ 10 lakhന് നമുക്ക് ഇങ്ങനെ കാണിക്കാം, 10⁻⁶ എന്ന് പറയാം, 10⁻⁶ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഇല്ല, ഇത് സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ്, PPM എന്നാണ്. ഇതിന് യൂണിറ്റ് ഇല്ല, പ്രത്യേകിച്ച് ഒരു യൂണിറ്റ് ഇല്ല. അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഓക്കെ, ഞാനിപ്പോൾ എടുത്തിരിക്കുന്നതാണ് സോഡിയം ക്ലോറൈഡ് എടുത്തിരിക്കുകയാണ്, NaCl. അപ്പോൾ NaCl എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 5 ppm ഉണ്ടെന്നായിരിക്കും, 5 ppm ഇൻ ദ സൊല്യൂഷനിലുണ്ട്, 5 parts per million ഉണ്ട്, ppm ഉണ്ട്. എന്ന് പറഞ്ഞാൽ 5 gram NaCl 5 gram NaCl എന്തിലുണ്ട്, 10⁻⁶ gram ഓഫ് സൊല്യൂഷനിലുണ്ട്. ഏറ്റവും സ്മാളസ്റ്റ് ഫോം ആണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത്, അതായത് സൊല്യൂട്ടിൻ്റെ ഏറ്റവും ചെറിയ അളവ് വരെ നമുക്ക് സൂചിപ്പിക്കാൻ ആണ് ഏത് ഉപയോഗിക്കുന്നത്, പാർട്സ് പെർ മില്യൺ ഉപയോഗിക്കുന്നത്, സ്മാൾ യൂണിറ്റ് വരെ സൂചിപ്പിക്കാം. എന്നാൽ നമ്മൾ അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് വരുന്നത്, നമ്പർ ഓഫ് ppm ഓഫ് സൊല്യൂട്ടിൻ്റെ ppmൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 10⁻⁶ എന്നാണ്. അപ്പം എന്താണ് നമ്പർ ഓഫ് ppm കണ്ടുപിടിക്കൽ ഇക്വേഷൻ, ppm ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കൽ ഇക്വേഷൻ, നമ്പർ ഓഫ് മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 10⁻⁶ എന്നാണ്. ഇതാണ് പാർട്സ് പെർ മില്യൺ. ഇതും കൂടി ആയപ്പോൾ നമ്മൾ യൂണിറ്റ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ടൈമുകൾ തീർന്നു. ഇത്രയും കോൺസെൻട്രേഷൻ ടൈമുകളാണ് പഠിച്ചത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു നിർത്തി എത്രയേ ഉള്ളൂ, മാസ് ബൈ മാസ് പെർസെൻറ്റേജ്, വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ്, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്, മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ, മൊളാരിറ്റി, അവസാനം പറഞ്ഞു നിർത്തിയത് പാർട്സ് പെർ മില്യൺ.